സത്യവിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അനുഗ്രഹങ്ങളും കാരുണ്യവും റഹ്മത്തും മഗ്ഫിറത്തും ഒക്കെ എമ്പാടും ലഭിച്ചുകൊണ്ടിരിക്കുന്ന സുന്ദരമായ രാത്രികളിലൂടെയാണ്, ദിനങ്ങളിലൂടെയാണ് നമുക്ക് ഓരോരുത്തർക്കും ഇനി സഞ്ചരിക്കുവാനുള്ളത്. ഈ ഒരു സാഹചര്യത്തിൽ ഇസ്ലാമിക ജീവിതത്തിൽ, ഇസ്ലാമിക ചരിത്രത്തിലുള്ള ഒരു സംഭവം പറഞ്ഞുകൊണ്ട് അല്പനേരം ചില കാര്യങ്ങൾ ഉണർത്താനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തബൂക്ക് യുദ്ധം നടക്കുന്നതിന് വേണ്ടിയുള്ള വിളംബരം നടത്തുകയുണ്ടായി. ആ സാഹചര്യത്തിൽ സ്വഹാബികളും പ്രവാചകനുമൊക്കെ അതിനുവേണ്ടി ഒരുങ്ങുകയും തയ്യാറാവുകയും തബൂക്ക് യുദ്ധത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി യാത്ര പുറപ്പെടുകയും ചെയ്തു. സ്വാഭാവികമായ നിലക്ക് കപടവിശ്വാസികളായ മുനാഫിക്കുകളായ ആളുകൾ ചൂടിന്റെ കാഠിന്യത്തെ കുറിച്ചും ചൂട് കൊണ്ടുണ്ടാകുന്ന അപകടങ്ങളെ കുറിച്ച് പറഞ്ഞുകൊണ്ട് അവർ അതിൽ നിന്ന് പിന്മാറുകയുണ്ടായി. എന്നാൽ 3 സ്വഹാബികൾ അവർ യുദ്ധത്തിൽ പങ്കെടുക്കാൻ ഏറെ ആഗ്രഹിച്ച, മോഹിച്ച 3 സ്വഹാബികളാണ്. പക്ഷേ അവർക്ക് യുദ്ധത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി നബിയും സ്വഹാബികളും ഒരുങ്ങിയതുപോലെ ഒന്ന് തയ്യാറാകാൻ, ഒന്ന് സജ്ജമാകാൻ, ഒരുങ്ങാൻ അവർ സമയം കണ്ടെത്താത്ത ഒരു സാഹചര്യം ഉണ്ടായതിന്റെ പേരിൽ പ്രവാചകനും സ്വഹാബികളൊക്കെ പോയപ്പോ ഈ 3 ആളുകൾക്ക് പോകാൻ സാധിച്ചില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് ആ യുദ്ധത്തിൽ പങ്കെടുക്കുവാൻ സാധിക്കുകയും ഉണ്ടായില്ല. ഞാൻ പറഞ്ഞത്, നമ്മൾ ഓരോരുത്തരും ഇന്ന് റമദാൻ 1 റമദാൻ വരുന്നു എന്ന് നമ്മളെല്ലാവരും പറഞ്ഞ നമ്മൾ ഇന്ന് 1ാമത്തെ നോമ്പ് പിറന്നു, തറാവീഹ് കഴിഞ്ഞു. എത്ര പെട്ടെന്നാണ് ഈ ഒരു ദിവസം നമ്മളിൽ നമ്മൾ പോയത്. കണ്ണിമവെട്ടുന്ന വേഗത്തിൽ 29ാമത്തെ നോമ്പിലേക്ക് നമ്മൾ എത്തും. പ്രിയപ്പെട്ടവരെ, അടുത്ത റമദാനിന് ശരിയാക്കാം, അടുത്ത റമദാനിനെ നന്നാക്കാം എന്ന് ഒരു പക്ഷേ നമ്മുടെ മനസ്സ് കൊതിക്കും, ആഗ്രഹിക്കും, ചിന്തിക്കും. പക്ഷേ അടുത്ത റമദാന് വരെ ഉണ്ടാകുമോ നമ്മളെന്ന ചോദ്യം നമ്മൾ മറന്നു പോവുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സ്വലാത്തൻ മുവദ്ദിഅ, നിങ്ങൾ നമസ്കരിക്കുമ്പോ അവസാനത്തെ നമസ്കാരമാണ് എന്റെ ജീവിതത്തിൽ ഞാൻ ഇപ്പോൾ നിർവഹിക്കുന്നത് എന്ന് തോന്നുന്ന പോലെ നിർവഹിക്കണം. നമസ്കാരത്തിന്റെ വിഷയത്തിൽ പറഞ്ഞതുപോലെ നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കുന്ന ഇതെന്റെ ജീവിതത്തിൽ അവസാനത്തെ റമദാനാണ്. ഇനി എന്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു സൗഭാഗ്യം ലഭിക്കുമോ എന്ന് പറയാൻ കഴിയില്ല. മഹാനായ താബിഈ പണ്ഡിതൻ അംർ ബിൻ ഖൈസ് റഹിമഹുല്ലാഹ് പറഞ്ഞു, തൂബാ മൻ അസ്ലഹ നഫ്സഹു ഖബ്ല റമദാൻ, റമദാന് മുൻപ് തന്നെ സ്വന്തത്തെ ശരിയാക്കിയവന് സൗഭാഗ്യം എന്നാണ്. നമ്മൾ ആലോചിക്കണം, നമ്മൾ ഇന്നിരിക്കുന്ന ഈ റമദാന്റെ മഹത്വം നമ്മൾ അറിയുകയാണെങ്കിൽ, ഈ റമദാനിന്റെ ശ്രേഷ്ഠതയും പ്രത്യേകതയും പവിത്രതയും നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഈ റമദാൻ എന്ന് പറഞ്ഞാൽ അത് ഫുർസത്തുൻ സനവിയ, ഒരു വർഷത്തിൽ ഒരു മനുഷ്യന് ലഭിക്കുന്ന അവസരമാണ്. ഈമാൻ വർദ്ധിക്കാൻ, വിശ്വാസം വർദ്ധിക്കാൻ, വത്തഖറബു ഇലല്ലാഹി ബിഅഅമാലിൻ സ്വാലിഹ, സൽക്കർമ്മങ്ങളുമായി അല്ലാഹുവിലേക്ക് അടുക്കുവാനുള്ള ഒരു സന്ദർഭമാണ്. നമ്മുടെ മനസ്സിനെ ഒന്ന് സംസ്കരിക്കാൻ, നമ്മുടെ ഈമാനെ വർദ്ധിക്കാൻ, ഇസ്ലാമിനെ കുറിച്ചുള്ള അടുപ്പമുണ്ടാകാൻ, അല്ലാഹുവിനെ കുറിച്ചുള്ള അടുപ്പമുണ്ടാകാൻ, അവന്റെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ജീവിതത്തെ പാകപ്പെടുത്തുവാനുള്ള സന്ദർഭങ്ങളാണ്. അതേ എന്താ കാരണം? ഈ മാസം എന്ന് പറഞ്ഞാൽ അന്യൂനവും അമാനുഷികവുമായ മഹാനായ കലാമുള്ള അല്ലാഹുവിന്റെ കലാം ഇറക്കപ്പെട്ട ഒരു മാസമാണ് റമദാൻ എന്ന് പറയുന്നത്. സുന്ദരമായ 1000 മാസത്തെക്കാളും അങ്ങേയറ്റത്തെ പ്രതിഫലം ലഭിക്കുന്ന സുന്ദരമായ ഒരു രാത്രി, ലൈലത്തുൽ ഖദറുള്ള മാസമാണ്. മഗ്ഫിറത്തു ദുനൂബ്, നമ്മൾ ചെയ്തു പോയ എല്ലാ പാപങ്ങളും അല്ലാഹു കരിച്ചു കളയുന്ന മാസം. അറബി മാസത്തിലെ 9ാമത്തെ മാസം എന്ന റമദാൻ എന്ന പദത്തിന്റെ അർത്ഥം തന്നെ കരിച്ചു കളയുക എന്നാണ്.
11 മാസക്കാലം നമ്മൾ ചെയ്ത എല്ലാ കുറ്റങ്ങളും തെറ്റുകളും പാപങ്ങളും ഒരു കറ പോലും ഇല്ലാതെ വെളുത്ത തുണിയിൽ നിന്ന് മാലിന്യം അഴുക്ക് വൃത്തിയാക്കുന്നത് പോലെ അള്ളാഹു നമ്മുടെ ജീവിതത്തിലെ പാപങ്ങൾ വൃത്തിയാക്കാൻ നമുക്ക് തന്നിട്ടുള്ള ഒരു മാസമാണ് പരിശുദ്ധ റമദാൻ. എന്തേ ഇതിന്റെ പ്രത്യേകത? ഇന്നലെ മഗ്രിബോട് കൂടി തുഫ്തഹു അബ്വാബൽ ജന്ന, സ്വർഗ്ഗത്തിന്റെ വാതിൽ തുറക്കപ്പെട്ടിരിക്കുകയാണ്. വതുഖലിഖു അബ്വാബൻ നാർ, നരകത്തിന്റെ വാതിലുകൾ അല്ലാഹു കുട്ടിയടക്കപ്പെട്ടു. വസുഫിദത്തി ശയാതീൻ, ചിന്തകൾ വേണ്ടാത്ത ദുർചിന്തകളും അതുപോലെയുള്ള കുറ്റങ്ങൾ ചെയ്യുവാനുള്ള തോന്നലുകളൊക്കെ ഉണ്ടാക്കുന്ന മന്ത്രങ്ങൾ ചൊല്ലിത്തരുന്ന പിശാചുക്കൾ അല്ലാഹു തങ്ങളിൽ ബന്ധിപ്പിച്ചിരിക്കുന്ന മാസമാണ്. മാത്രമല്ല വലില്ലാഹി തഖാഉ, അല്ലാഹു സുബ്ഹാനഹു വ തആല രാത്രികളിൽ, റമദാനിന്റെ രാത്രികളിൽ നരകത്തിൽ നിന്ന് ആളുകളെ മോചിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ രാത്രിയുടെ പ്രത്യേകത നരകത്തിലേക്ക് പോകാൻ സാധ്യതയുണ്ട് എന്ന് തയ്യാറാക്കിയ ലിസ്റ്റിൽ നിന്ന് ഈ രാത്രിയിൽ ഇബാദത്തുകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന, അള്ളാഹുവിനെ ഓർത്തുകൊണ്ടിരിക്കുന്ന, അവനിലേക്ക് അടുക്കാൻ അമലുകൾ ചെയ്യണമെന്ന് മോഹിക്കുന്ന ആളുകളുടെ പേരുകൾ അള്ളാഹു വെട്ടിമാറ്റും. അവരെ പേര് സ്വർഗ്ഗത്തിന്റെ ലിസ്റ്റിലേക്ക് മാറ്റുന്ന രാത്രികളാണ്. ഇത് ഇബാദത്തിന്റെ ക്ഷമയുടെ മാസമാണ്, പ്രാർത്ഥിക്കാനും സൽക്കർമ്മങ്ങൾ ചെയ്യുവാനുള്ള മാസമാണ്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, ഞാൻ അവസാനിപ്പിക്കുമ്പോൾ ഒരൊറ്റ കാര്യം മാത്രമാണ് സൂചിപ്പിക്കാനുള്ളത്. നമ്മൾ നമ്മുടെ ഈ നോമ്പാകണം. ഒരു നോമ്പിന് അല്ലാഹു നൽകുന്ന പ്രതിഫലം എന്താണ്? ജഅലല്ലാഹു ബൈനഹു വ ബൈനൻ നാരി ഖന്തഖ, നോമ്പുകാരന്റെയും നരകത്തിന്റെയും ഇടയിൽ അല്ലാഹു ഒരു കിടങ്ങുണ്ടാക്കുമെന്നാണ്. ഏതാണ് ആ കിടങ്ങിന്റെ വലുപ്പം? കമാ ബൈന സമായി വൽ അർദ്, ആകാശവും ഭൂമിയും തമ്മിലുള്ള അകലമാണ് ഒരു നോമ്പുകാരനെ അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തിൽ നിന്ന് അകറ്റുന്നത്. മറ്റൊരു ഹദീസിൽ കാണാം, മൻ സോമ റമദാനൻ, ആരെങ്കിലും നോമ്പെടുക്കുകയാണ് ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ, മൻ സോമ യൗമൻ ഫീ സബീലില്ലാഹ്, ഒരു ദിവസമാണ് ഒരാൾ നോമ്പെടുക്കുന്നത് എങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകൻ പറഞ്ഞു, ബഅദല്ലാഹു വജ്ഹഹു അനിൻ നാരി 70 ഖരീഫാ, നരകത്തിൽ നിന്ന് 70 വർഷത്തേക്കാണ് അല്ലാഹു നമ്മളെ ഒരു നോമ്പ് കൊണ്ട് നമ്മൾ അകറ്റുന്നത് എന്നാണ്. സുബ്ഹാനല്ലാഹ്, എത്രയാണ് ഇതിന്റെ പ്രതിഫലം നമ്മൾ മനസ്സിലാക്കണം. പക്ഷേ നമ്മുടെ നോമ്പാകണം. നമ്മൾ കേവലം രാവിലെ മുതൽ വൈകുന്നേരം വരെ വെള്ളമല്ല, ഭക്ഷണമല്ല, ഞാൻ അങ്ങനെ പട്ടിണി കിടക്കുകയാണ് എന്നതാണ് നോമ്പ് എന്നാണ് നമ്മുടെ ധാരണ. ഒരിക്കലുമല്ല. നമ്മുടെ കണ്ണിനും നമ്മുടെ നാവിനും നമ്മുടെ കാതിനും നമ്മുടെ ചിന്തകൾക്കും നമ്മുടെ വികാരങ്ങൾക്കും എല്ലാം നോമ്പുണ്ടാകണം. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞല്ലോ, മല്ലം യദഖൗല സൂർ വൽ അമലു ബിഹി, ഒരാൾ തമ്മാടിത്തരങ്ങൾ ചെയ്യുകയാണ്, മ്ലേച്ഛതകൾ പറയുകയാണ്, അനാവശ്യം കേൾക്കുകയാണ്, കാണുകയാണ്, ഫലൈസലില്ലാഹി ഹാജത്തുൻ അൻ യദഅമഹു വശറാബഹു, വെള്ളവും ഭക്ഷണവും ഒഴിവാക്കിയൊന്നും അല്ലാഹുവിന് കാര്യമില്ല. നമ്മളിങ്ങനെ പട്ടിണി കിടന്നുകൊണ്ട് ഭക്ഷണം എന്ത് കിട്ടാനാ? ഒന്നും കിട്ടാല്ല. നമ്മൾ ഇബാദത്ത് ചെയ്യുന്നത്, നമ്മൾ ത്യാഗപൂർവ്വം നമ്മുടെ ഇസ്ലാമിക ജീവിതം പരിശീലിക്കുന്നത് ആർക്ക് വേണ്ടിയാണ്? നമുക്ക് വേണ്ടിയാണ്. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്, മൻ സോമ റമദാന ഈമാനൻ വഹ്തിസാബൻ ഉഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. നമ്മുടെ നോമ്പ് എന്താകണം? ഇന്ന് മുതൽ ഇനി നാളെ മുതൽ നടക്കുന്ന നമ്മുടെ നോമ്പുകളിലൊക്കെ നമ്മുടെ മനസ്സിലുണ്ടാകേണ്ട ചിന്ത എന്താണ്? ഈ നോമ്പ് കൊണ്ട് എനിക്ക് ബാബു റയ്യാൻ, അല്ലാഹു നമുക്ക് വേണ്ടി മാത്രം ഒരുക്കി വെച്ച കവാടമാണ്, അതിലൂടെ എനിക്ക് സ്വർഗ്ഗത്തിൽ കടക്കാൻ കഴിയണം എന്നുള്ള ആഗ്രഹമാണ് ഉണ്ടാകേണ്ടത്. 2, എനിക്ക് സ്വർഗ്ഗത്തിൽ ഈ നോമ്പ് കൊണ്ട് കടക്കാൻ കഴിയും എന്ന പ്രതീക്ഷയാണ് ഉണ്ടാകേണ്ടത്. 3, വളരെ ഗൗരവമാണ്, ഈ നോമ്പ് കൊണ്ട് പടച്ചോനെ എനിക്ക് സ്വർഗ്ഗം കിട്ടൂലേ എന്ന പേടിയാണ്. ഈ 3 കാര്യവും നമ്മളുടെ നോമ്പെടുക്കുമ്പോ നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ ഇന്ന് വരെ നാം ചെയ്ത സകലമായ പാപങ്ങളും അല്ലാഹു നമുക്ക് പുറത്തു തരും. എന്താണ്? സ്വർഗ്ഗം കിട്ടണം എന്ന ആഗ്രഹം നോമ്പെടുക്കുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകണം. നോമ്പ് കൊണ്ട് എനിക്ക് സ്വർഗ്ഗം കിട്ടണം എന്ന ആഗ്രഹം ഉണ്ടാകണം. കിട്ടും, അല്ലാഹു എനിക്ക് നൽകും എന്ന പ്രതീക്ഷയുണ്ടാകണം. 3, പടച്ചോനെ എന്റെ വേണ്ടാത്ത ചിന്തയിലൂടെ, വേണ്ടാത്ത കാഴ്ചയിലൂടെ, വേണ്ടാത്ത സംസാരത്തിലൂടെ എനിക്ക് എങ്ങാനും നഷ്ടപ്പെടുമോ എന്ന ഭയം. ഈ 3 കാര്യമുണ്ടെങ്കിൽ നമ്മളുടെ ഈമാൻ, നമ്മുടെ ഇഹ്തിസാബ്, നമ്മുടെ ഇഖ്ലാസ് ഇബാദത്തിലേക്ക് കടന്നു വരും. റഹ്മാനായ റബ്ബ് അല്ലാഹു ഇഷ്ടപ്പെടുന്ന സ്വാഇബികളെ ഉൾപ്പെടുത്തുകയും ബാബു റയ്യാനിലൂടെ കവാടത്തിന്റെ മാലാഖമാർ വിളിക്കുമ്പോ ഐന സ്വാഇഊൻ എന്ന് പറയുമ്പോ ഞങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട്
പറഞ്ഞുകൊണ്ട് കുടുംബത്തോടൊപ്പം ആ ജന്നാത്തുൽ ഫിർദൗസിൽ പ്രവേശിക്കാനുള്ള അനുവാദം ലഭിക്കുന്ന കൂട്ടത്തിൽ അല്ലാഹു നമ്മെയും നമ്മുടെ കുടുംബത്തെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അർഹമുറാഹിമായ നാഥൻ പരീക്ഷണങ്ങളിലും പരീക്ഷകളിലും നമുക്കെല്ലാം ഉന്നതമായ വിജയങ്ങൾ അനുഗ്രഹിക്കുമാറാകട്ടെ. ഈമാനോടുകൂടി ജീവിക്കുകയും മുസ്ലിമായി മരിക്കാനുള്ള സൗഭാഗ്യം ലഭിക്കുന്ന യഥാർത്ഥ സ്വാലിഹീങ്ങളുടെ കൂട്ടത്തിൽ അല്ലാഹുവേ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ റഹ്മാനേ. അല്ലാഹുവേ പെട്ടെന്നുള്ള മരണത്തിൽ നിന്ന്, അപകട മരണങ്ങളിൽ നിന്ന്, മാരകമായ രോഗങ്ങളിൽ നിന്ന്, പ്രകൃതി ദുരന്തങ്ങളിൽ നിന്ന് ഞങ്ങളെ നീ കാത്തുരക്ഷിക്കണേ റഹ്മാനേ. ഞങ്ങളുടെ ഇബാദത്തുകൾ ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കുകയും ഈ റമളാനിന്റെ മുഴുവനും സൽക്കർമ്മങ്ങളുമായി സ്വർഗ്ഗത്തിലേക്ക് മുന്നേറാൻ സാധിക്കുന്ന സ്വാലിഹീങ്ങളുടെ കൂട്ടത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ റഹ്മാനേ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.